നമസ്കാരം. നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,111 നിഫ്റ്റിയുടെ ക്ലോസിംഗ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് ഏതാണ്, ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള കീ ലെവൽസ്, അതായത് റൈറ്റ് എൻട്രി എടുക്കാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ ഏതൊക്കെയാണ്. ഞാൻ ബിജി ഷോളൂർ, പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സെറ്റപ്പ് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചിരുന്നത്, ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. ഇന്ന് എങ്ങനെയായിരുന്നു നിഫ്റ്റി വർക്ക് ചെയ്തിരുന്നത്, നമ്മൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരുന്നത്, അത്തരം കാര്യങ്ങളൊന്നും നോക്കാം. കാരണം ഇത്തരം കാര്യങ്ങൾ നോക്കുന്നത് നമുക്ക് എപ്പോഴും നിഫ്റ്റിനെ റൈറ്റ് ആയിട്ടുള്ള മാനേജ് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസത്തിലും മാർക്കറ്റിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നതും അത് ക്ലാരിഫൈ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിഫ്റ്റിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 27,242 താഴെയുള്ള ഒരു ഓപ്പണിംഗ് നിഫ്റ്റിയിലെ നെഗറ്റീവാണ്, ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്, ഇത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. നിഫ്റ്റിയിലും ബൈർ ഓപ്പർച്യൂണിറ്റി 27,242 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 27,266 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് ബൈർ ഓപ്പർച്യൂണിറ്റി. നിഫ്റ്റി ക്ലിയർലി ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നമ്മൾ അതിന് ശേഷം ഒരു മൈനർ ആയിട്ടുള്ള സപ്പോർട്ട് നൽകിയിരുന്നു. മൈനർ ആയിട്ടുള്ള സപ്പോർട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മൈനർ ആയിട്ടുള്ള സപ്പോർട്ടിന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത്ര ഒരു പെർഫെക്ഷൻ വരില്ല. നമ്മളത് കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചായിരുന്നു. റൈറ്റ് എൻട്രി എപ്പോഴും റൈറ്റ് സപ്പോർട്ടിന്റെ അടുത്തു നിന്നാണ് നമുക്ക് എപ്പോഴും റൈറ്റ് എൻട്രി എടുക്കേണ്ടത്. അതാണ് പെർഫെക്റ്റ്ലി അത് വർക്ക് ചെയ്യുന്നത്. ചില സിറ്റുവേഷനിൽ മൈനർ ആയിട്ടുള്ള സപ്പോർട്ടിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലെവലിൽ സപ്പോർട്ടുകൾ നൽകുന്നത്. ബൈർ ഓപ്പർച്യൂണിറ്റി എപ്പോഴും യൂട്ടിലൈസ് ചെയ്യേണ്ടത് റൈറ്റ് സപ്പോർട്ടിന്റെ അടുത്താണ് സൂചിപ്പിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ സൂചിപ്പിച്ചായിരുന്നു. ഈ ഒരു ലെവലിന്റെ അടുത്താണ് 27,135 ഇതാണ് സപ്പോർട്ട് നൽകിയിരുന്നത്. ഈ സപ്പോർട്ടിന്റെ അടുത്തു നിന്നായിരിക്കണം ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നിഫ്റ്റി ഈ ഒരു ലെവലിൽ നിന്നായിരുന്നു മാർക്കറ്റിൽ മൊമെന്റം വന്നിരുന്നത്. അതിന് മുൻപ് തന്നെ മൊമെന്റം വന്നിരുന്നത് ഈ ഒരു ലെവലിൽ നിന്ന്. അപ്പോൾ എപ്പോഴും റൈറ്റ് മൊമെന്റം വരുന്ന ഒരു ഏരിയ എപ്പോഴും മനസ്സിലാക്കുക. റൈറ്റ് മൊമെന്റം ഏരിയ വരുന്ന ഏരിയ എന്നാണ് നമ്മൾ എൻട്രി എടുക്കാനായിട്ട് സജഷൻ നടത്തുന്നത്. ഇതും ഈ ഒരു ലെവലും, ഈ ഒരു രണ്ട് ലെവലാണ് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്തിരുന്നത്. അപ്പം അതിനുശേഷം ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ പോയതിന് ശേഷം റിവേഴ്സ് ആയിരുന്നു. പിന്നെ അവസാനത്തെ ഒരു സെക്ഷനിൽ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. മൊമെന്റം ലാസ്റ്റ് സെക്ഷനിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല, പ്രത്യേകിച്ച് വീക്ക്ലി എക്സ്പയറി. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെ റൈറ്റ് രീതിയിൽ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, ഡെയിലി ടൈം ഫ്രെയിം ആണിത്. ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, നിഫ്റ്റിയുടെ ട്രെൻഡ് ഷോർട്ട് ടൈം നെഗറ്റീവിലേക്ക് കടന്നിട്ടുണ്ട്. കാരണം നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴെ ക്ലോസ് ചെയ്യുകയാണ്. സപ്പോർട്ട് ലെവലിന്റെ താഴെ നിലനിൽക്കുമ്പോൾ മാർക്കറ്റിന്റെ ഓരോ ഹയർ ലെവലും സെല്ലേഴ്സ് ആക്റ്റീവ് ആകും. ഓരോ ഹയർ ലെവലിൽ നിന്നും ഷോർട്ട്സിന്റെ പൊസിഷൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ചെറിയ സ്റ്റോപ്പ് ലോസിൽ എൻട്രി കിട്ടുന്നത് ഹയർ ലെവലിലാണ്, റെസിസ്റ്റൻസിന്റെ അടുത്തു നിന്നാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ അത് സൂചിപ്പിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാനായിട്ട് സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ നമുക്ക് 24,800 അടുത്തേക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് 24,320 മുകളിലേക്ക് നിലനിന്നില്ലെങ്കിൽ, 320 സ്റ്റോപ്പ് ലോസ്, നമ്മൾ മുൻ ആഴ്ചയിലെ വീഡിയോസിൽ സൂചിപ്പിച്ചിരുന്നു. ഇനി ഈ ഒരു ലെവലിന്റെ അടുത്താണ് നല്ല സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തന്നെയാണ് ഒരിക്കൽ കൂടി അപ്ഡേറ്റ് ചെയ്തതാണ്. ഇനി നിഫ്റ്റിയിലായാലും റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാ നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. നിഫ്റ്റിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന 27,135 റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് സെല്ലിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. 27,135 താഴെ നിൽക്കുമ്പോൾ വീക്ക്നെസ് ആണ്. പ്രോഫിറ്റ് ബുക്കിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. ലോവർ ലെവലിൽ ഇനി അടുത്തൊരു സപ്പോർട്ട് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് തന്നെയാണ് 27,055. 55 താഴെ 27 സപ്പോർട്ട് കാണുന്നത്. 24,980 തൊട്ടടുത്താണ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇത് അതിനനുസരിച്ച് മാനേജ് ചെയ്യുക. രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യാറ്, അതായത് ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ 27,000 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 27,055 സപ്പോർട്ടിന്റെ താഴെയാണ് സഡൻ ഫാൾ മാർക്കറ്റിൽ വരും. അടുത്ത ലെവൽ എന്ന് പറയുന്നത് 980 താഴെയാണ്. 980 താഴെ വീക്ക്നെസ് ആണ്. 945 24,945 ലോവറിൽ അടുത്ത സപ്പോർട്ട് 4,860 സപ്പോർട്ട് വരിക. 860, 845, പിന്നെ അതുപോലെ തന്നെ 24,820,
800-ന്റെ അടുത്ത് നല്ല സപ്പോർട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കാണാത്തവരും കഴിഞ്ഞ ആഴ്ചകളുടെ വീഡിയോസ് കാണാത്തവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് മാർക്കറ്റിന്റെ ആ ഒരു ട്രെൻഡ് ലോവർ ലെവൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 27,135 മുകളിലാണെങ്കിൽ അതിന് ശേഷം ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. വീണ്ടും റെസിസ്റ്റൻസ് 27,200, പക്ഷെ 27,198 ഞാൻ എടുത്തിരിക്കുന്നത്. മുൻ ദിവസങ്ങളിൽ എടുത്ത പോലെ തന്നെ 27,200 എടുത്തിരിക്കുന്നത് 198. ഇപ്പൊ 198 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 27,210 മുകളിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 210 മുകളിൽ അടുത്ത റെസിസ്റ്റൻസ് 27,254 54 വരെ മൂവ്മെന്റ് സാധ്യതയുണ്ട്. 54 മുകളിൽ 320. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. റൈറ്റ് മൊമെന്റ് എപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസിൽ ആയിരിക്കും കിട്ടുക. ഇന്നത്തെ മാർക്കറ്റിലും നമ്മൾ തുടർച്ചയായിട്ട് പറഞ്ഞാണ് നമുക്ക് റൈറ്റ് മൊമെന്റ് എപ്പോഴും റൈറ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ് കിട്ടുക. റൈറ്റ് റെസിസ്റ്റൻസ് ഇതായിരുന്നു, റൈറ്റ് സപ്പോർട്ട് ഏരിയ ഇതായിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊമെന്റം കിട്ടില്ല, മാർക്കറ്റിൽ മൂവ്മെന്റ് കിട്ടില്ല. നമ്മളിപ്പോഴും നൽകുന്ന റൈറ്റ് കീ ലെവൽസ് ആണ്. ആ ഒരു ലെവലിൽ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്കറ്റിനെ മാനേജ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരും ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക്